ചന്ദ്രനിൽ ഒരു സീക്രട്ട് റൂം. യെസ്, ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. റീസെന്റ് ഇന്ത്യയുടെ ചന്ദ്രയാൻ ലാൻഡ് ചെയ്ത അതേ സ്ഥലത്ത് ഒരു സീക്രട്ട് റൂം 3.5 lakh കിലോമീറ്റർ ഭൂമിയിൽ നിന്നും അകലെയുള്ള ചന്ദ്രനിൽ എന്തിനാണ്? ആ സീക്രട്ട് റൂമിൽ എന്തൊക്കെ ഉണ്ടാവും? അതുമാത്രമല്ല, ആ സീക്രട്ട് റൂം ഉള്ള സ്ഥലത്ത് പകലൊന്നുമില്ല, രാത്രി മാത്രമേ ഉള്ളൂ. ഈവൻ ലോകാവസാനം വന്നാൽ പോലും ഈ റൂം നമ്മളെ രക്ഷിച്ചേക്കാമെന്ന് പറയുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ആ റൂമിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ബിഫോർ ദാറ്റ്, ഞാൻ അക്കു. വെൽക്കം ടു അക്കൂസ് വ്യൂ. മൂണിലുള്ള സീക്രട്ട് വോൾട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര പേർക്ക് ഭൂമിയിലുള്ള സീക്രട്ട് വോൾട്ടിനെ കുറിച്ച് അറിയാം? നോർവേയിൽ സ്വൽബാർഡ് എന്ന ആർട്ടിക് റീജിയനിലാണ് ഈ ഒരു സീക്രട്ട് വോൾട്ട് ഉള്ളത്. സൗത്ത് പോളിൽ അന്റാർട്ടിക്ക പോലെ നോർത്ത് പോളിൽ ആർട്ടിക്. ഭയങ്കര തിക്ക് ഐസ് ഉള്ള ഒരു റീജിയൻ. ഗ്ലോബൽ വാർമിംഗ് തുടങ്ങിയതോടെ അനിമൽസ് എല്ലാം എക്സ്റ്റിന്റ് ആയി തുടങ്ങി. എക്സ്റ്റിന്റ് മീൻസ് പണ്ട് ഡിനോസേഴ്സ് ഉണ്ടായിരുന്നു, മാമത്തുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ആസ്ട്രോയിഡ് വന്ന് വീണതോടെ ഇതെല്ലാം മാഞ്ഞുപോയി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വീണ്ടും വന്നാൽ ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ട പ്ലാന്റ് സീഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ ക്രോപ്സിന്റെയും സീഡ്സ് ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ലോ ടെമ്പറേച്ചർ ആണ് അവിടെ. ഇത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പങ്കെടുത്തിട്ടുള്ള ഒരു പ്രിസർവിംഗ് സിസ്റ്റമാണ്. ഈ ലോകത്തുള്ള എല്ലാ സീഡ്സും ഇവിടെ പ്രിസർവ്ഡ് ആയതുകൊണ്ട് ഗ്ലോബൽ സീഡ് വോൾട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ചന്ദ്രനിലുള്ള സീക്രട്ട് റൂമിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോർത്ത് പോൾ ആർട്ടിക് സർക്കിളിൽ ഒരു മലയിൽ ഡ്രിൽ ചെയ്ത് അതിനകത്ത് അത്രയും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടാണ് ഈ സീഡ് വോൾട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. എത്രയോ തണുത്ത പ്രദേശങ്ങൾ ഉണ്ടായിട്ടും നോർവേയെ സെലക്ട് ചെയ്യാൻ കാരണം, ഒന്ന്, നോർവേ യുദ്ധങ്ങളിൽ പങ്കെടുക്കില്ല, സോ ആ വോൾട്ട് അവിടെ സേഫ് ആയിരിക്കും. രണ്ട്, അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. മൂന്ന്, ഈവൻ ഒരു ആസ്ട്രോയിഡ് വന്ന് വീണാൽ പോലും തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് അവിടെയുള്ള സീഡ്സ് ഒന്നും നശിച്ചു പോവില്ല. എന്നാൽ ഇപ്പോ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഗ്ലോബൽ വാർമിംഗ് കാരണം മഞ്ഞെല്ലാം ഉരുകി ആ വോൾട്ടിൽ ഫ്ലഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ചൂട് കൂടുന്തോറും അവിടെയുള്ള വെള്ളം കയറിക്കൊണ്ടേയിരിക്കും. ഇനി ഈ സീഡ്സ് ഒക്കെ എവിടെ പ്രിസർവ് ചെയ്യുമെന്ന ചോദ്യം വന്നു തുടങ്ങി. അങ്ങനെ സയന്റിസ്റ്റ് മേരി ഹെഗ്ഡോൺ സജസ്റ്റ് ചെയ്ത ഒരു പ്ലേസ് ആണ് ചന്ദ്രൻ. ചന്ദ്രനിൽ സൺലൈറ്റ് തട്ടാത്ത ഒരു സ്ഥലമുണ്ട്. ആ പ്ലേസ് പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് അവർ പറയുന്നു. സൺലൈറ്റ് തട്ടുന്ന സ്ഥലം പകൽ അവിടെ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും ടെമ്പറേച്ചർ. അതേ നൈറ്റ് അവിടെ ലോവസ്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. ആൻഡ് ആ ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ് നമുക്ക് വേണ്ടത്. സൺലൈറ്റ് തട്ടാത്തത് കൊണ്ട് തന്നെ അവിടെ പകലൊന്നുമില്ല, നൈറ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് ആ ഒരു റീജിയനിൽ എക്സ്ട്രീം ലോ ടെമ്പറേച്ചർ ആയിരിക്കും. അവിടെ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ സീഡ്സ്, സ്റ്റെം സെൽസ്, പോളിനേറ്റേഴ്സ്, അതാണ് നമ്മുടെ തേനീച്ചകൾ. പിന്നെ കോറൽ റീഫ്സ്, കടൽ ജീവികൾക്ക് അത്യാവശ്യമായ ഒരു സാധനം. ഈവൻ മീനുകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പോലും ഈ കോറൽ റീഫ്സ് ഒരു ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഈവൻ മനുഷ്യന്മാരില്ലാതായാൽ പോലും അഡ്വാൻസ്ഡ് ആയ ഏലിയൻസോ അഡ്വാൻസ്ഡ് പ്രോഗ്രാം ചെയ്ത റോബോട്ട്സിനോ ഇതിനെയെല്ലാം തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാനും ഭൂമിയിൽ വീണ്ടും ലൈഫ് എന്നൊന്നിനെ റീക്രിയേറ്റ് ചെയ്യാനും പറ്റുമെന്ന് അവർ പറയുന്നു. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ആൻഡ് സീ യു സൂൺ വിത്ത് മൈ അനദർ വീഡിയോ.